നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ എത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിന് തുടക്കം. ആദ്യ വിമാനം പുലർച്ചെ എത്തും. കീഴടങ്ങണമെന്ന അമേരിക്കയുടെ നിലപാട് തള്ളി ഇറാൻ. അമേരിക്കൻ സൈനിക ഇടപെടലുണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം വരുത്തിവെക്കുമെന്ന് ആയത്തുള്ള അലി ഖമേനി. ഇറാന് ദുരുദ്ദേശമെന്ന് ട്രംപ്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്ന് റഷ്യ. UAE പ്രസിഡന്റുമായി സംസാരിച്ച് വ്ളാഡിമിർ പുടിൻ. ചർച്ച നടത്തി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇറാൻ രാഷ്ട്രപതി ഡോക്ടർ മസൂദ് പെഷസ്കിയാനും. ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിലമ്പൂർ. നാളത്തെ വോട്ടെടുപ്പിനായി 263 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജം. പോളിംഗ് രാവിലെ 7 മണി മുതൽ. കനത്ത സുരക്ഷ. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. RSS സഹകരണ വിവാദത്തിൽ വെട്ടിലായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടിയന്തരാവസ്ഥ കാലത്ത് യോജിച്ചത് ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായെന്ന് വിശദീകരണം. തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്ന് പിണറായി വിജയൻ. ഗോവിന്ദന്റേത് വേർപിരിഞ്ഞ പ്രണയാർദ്ര അപേക്ഷയെന്ന് VD സതീശൻ. IPLൽ നിന്ന് കൊച്ചി ടസ്കേഴ്സിനെ പുറത്താക്കിയ BCCIക്ക് തിരിച്ചടി. നഷ്ടപരിഹാരമായ 538 കോടി രൂപ കൊച്ചി ടസ്കേഴ്സിന് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിന് തുടക്കം. ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം പുലർച്ചെയോടെ രാജ്യത്തെത്തിയേക്കും. അർമേനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്നാണ് വിമാനം പുറപ്പെടുന്നത്. 110 യാത്രക്കാരുമായാണ് വിമാനം. ജമ്മു കാശ്മീർ സ്വദേശികളാണ് ഇവരിൽ കൂടുതലും. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം ടെഹ്റാനിൽ നിന്ന് ഖോമിലേക്ക് 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു. ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളിക്കളഞ്ഞ ഇറാൻ. പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും ഇറാൻ കീഴടങ്ങില്ല എന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി. ഇസ്രായേലിനെ സഹായിക്കാനുള്ള സൈനിക ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്കക്കാർക്ക് തിരിച്ചെടുക്കാനാവാത്ത ദോഷം വരുത്തിവെക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന് അമേരിക്കയോട് റഷ്യ ആവശ്യപ്പെട്ടു. ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇറാന് അമേരിക്ക അന്ത്യശാസനം നൽകിയത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ. ഇറാനെയും ഇറാൻ ജനതയെയും അതിന്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ രാജ്യത്തിനു നേരെ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കില്ല. കാരണം ഇറാൻ എന്ന രാജ്യം ഒരിക്കലും കീഴടങ്ങില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള US-ന്റെ സൈനിക ഇടപെടലുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വ്യക്തമാക്കുന്നു. വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തെ യുദ്ധം കൊണ്ടും ബോംബിനെ ബോംബ് കൊണ്ടും ഇറാൻ നേരിടുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വ്യോമാക്രമണം 6 ദിവസമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി റഷ്യ രംഗത്തെത്തി. ഇസ്രായേലിനുള്ള US സഹായം മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞ റഷ്യ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ അതിരൂക്ഷ ആക്രമണ പ്രത്യാരോപണങ്ങളാണ് ഇറാനും ഇസ്രായേലും നടത്തുന്നത്. അത്യാധുനിക ഇസ്രായേലി ഡ്രോൺ ടെഹ്റാന് സമീപം ഇറാൻ വെടിവെച്ചിട്ടു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെല്ലവീവിലെ ആസ്ഥാനം മിസൈൽ ആക്രമണത്തിൽ തകർത്തെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിലെ സെൻട്രിഫ്യൂജുകളും യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന മെഷീനുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. പടിഞ്ഞാറൻ ഇറാനിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ സ്ഫോടനങ്ങളാണുണ്ടായത്. ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അമീറിന് ഇറാൻ നിർണായക സന്ദേശവും കൈമാറിയിട്ടുണ്ട്. കത്ത് ലഭിച്ചെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇറാൻ രാഷ്ട്രപതി ഡോക്ടർ മസൂദ് പെഷസ്കിയാനും സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയും നിലവിലെ സംഘർഷം അവയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാനുമായുള്ള UAEയുടെ ഐക്യദാർഢ്യം UAE പ്രസിഡന്റ് ഇറാൻ രാഷ്ട്രപതിയെ അറിയിച്ചു. സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള UAEയുടെ തുടർച്ചയായ കൂടിയാലോചനകളെക്കുറിച്ചും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സൂചിപ്പിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്ന് റഷ്യയും വ്യക്തമാക്കി. UAE പ്രസിഡന്റുമായി സംസാരിച്ചു വ്ളാഡിമിർ പുടിൻ.
വ്യോമാതിർത്തി അടച്ചിടലും വിമാന സർവീസുകൾ നിർത്തിവെക്കലും കാരണം ഇറാനിലേക്ക് മടങ്ങാൻ കഴിയാത്തവരുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിനായി ഇറാനിയൻ പൗരന്മാർക്ക് വിസ ഇളവ് നൽകി UAE. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് നിലവിൽ രാജ്യത്തുള്ള ഇറാനിയൻ പൗരന്മാരെ ഓവർസ്റ്റേ പിഴകളിൽ നിന്ന് ഒഴിവാക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഏതുതരം വിസ എന്നത് പരിഗണിക്കാതെ താമസക്കാർക്കും സന്ദർശകർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുമ്പോൾ എണ്ണവില കുതിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $76 മുകളിലെത്തിയതോടെ ക്രൂഡ് ഓയിൽ വില 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില 0.64% വരെ ഉയർന്നു. ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് എണ്ണവില എത്തിയത്. ബ്രെഡ് ക്രൂഡ് ഫ്യൂച്ചറുകൾ കഴിഞ്ഞ വ്യാപാര സെഷനിൽ 4.4% ഉയർന്ന് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനം. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാനമന്ത്രിയെ പ്രത്യേക ക്ഷണിതാവായി G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും പുതിയ വ്യാപാര ബന്ധങ്ങളിലേക്ക് കടക്കാനും ധാരണയായി. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണയിലായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും നയതന്ത്ര സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. പരസ്പര ബഹുമാനം, പരമാധികാരത്തോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും കാനഡ ഇന്ത്യ ബന്ധമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്ന് 2023 സെപ്റ്റംബറിലാണ് ആദ്യത്തെ നയതന്ത്ര തർക്കം ആരംഭിച്ചത്. ഇത് രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാല നയതന്ത്ര സംഘർഷത്തിന് കാരണമായി. ഇരു രാജ്യങ്ങളും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നാരോപിച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിരുന്നു. പിന്നാലെ തങ്ങളുടെ പൗരന്മാരെ ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് വിലക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കാനഡ ഇന്ത്യയിലെ 3 കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന സഞ്ജയ് കുമാർ വർമ്മയെ മറ്റ് 5 നയതന്ത്രജ്ഞരെയും കാനഡ പുറത്താക്കിയിരുന്നു. തുടർന്ന് ഇന്ത്യയും 6 നയതന്ത്ര ജീവനക്കാരെ പുറത്താക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സൗദിയിലെ ഭക്ഷണശാലകൾ ഭക്ഷണത്തിലെ ചേരുവകളും കഫീൻ കലോറിയും വെളിപ്പെടുത്തൽ നിർബന്ധമാണെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അറിയിച്ചു. അടുത്ത മാസം ആദ്യം മുതൽ ഈ കാര്യങ്ങൾക്ക് തുടക്കമാകും. ജൂലൈ 1 മുതൽ ഉയർന്ന അളവിൽ ഉപ്പടങ്ങിയ ഭക്ഷണത്തിന് സമീപം ഉപ്പ് ലേബൽ സ്ഥാപിക്കൽ, പാനീയങ്ങളിലെ കഫീൻ ഉള്ളടക്കം വെളിപ്പെടുത്തൽ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫലമായി കലോറി കത്തിക്കാൻ ആവശ്യമായ സമയം വ്യക്തമാക്കൽ എന്നിവ ഉൾപ്പെടെ ഭക്ഷണശാലകൾ മെനുവിൽ വിശദമായ പോഷകാഹാര വിവരങ്ങൾ പ്രദർശിപ്പിക്കണം. ഓൺലൈൻ ഓർഡറിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ പേപ്പർ, ഇലക്ട്രോണിക് മെനു പട്ടികകൾ അടക്കം എല്ലാതരം മെനു പട്ടികകൾക്കും ഈ വ്യവസ്ഥ ബാധകമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 7 മുതൽ പോളിംഗ് ആരംഭിക്കും. 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 23-നാണ് വോട്ടെണ്ണൽ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നതാവും നിലമ്പൂരിലെ ജനവിധി. വികസനവും വിവാദങ്ങളും ചർച്ചയായ പ്രചരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ വിധിയെഴുതും. 2,32,381 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 1,18,760 പേർ സ്ത്രീകളാണ്. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 VVPAറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും. വനത്തിനുള്ളിൽ ആദിവാസികൾ മാത്രം വോട്ടർമാരായുള്ള 3 ബൂത്തുകളും 11 പ്രശ്നബാധിത ബൂത്തുകളും ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകൾ ഉണ്ട്. ഇവിടെ വൻ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേനയ്ക്ക് പുറമെ 1200 പോലീസ് ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ദിനത്തിൽ സുരക്ഷയ്ക്കായി ഉള്ളത്. മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സുരക്ഷ ഉണ്ടാകും. 1301 ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. പുലർച്ചെ 5:30 മോക്ക് പോൾ ആരംഭിക്കും. തുടർന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും നിർണായകമാണ്. അതേസമയം PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്നതായിരിക്കും ഉപതെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലായിരുന്നു. നിശബ്ദ പ്രചാരണ ദിനത്തിൽ പരമാവധി ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു ലക്ഷ്യം. വിവാദങ്ങൾ പലതും നിലമ്പൂരിൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് എങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ.
മുണ്ടേരി ഫാമിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നിശബ്ദ പ്രചാരണം ആരംഭിച്ചത്. ശേഷം അപ്പൻകാപ്പ് ഉന്നതി, അമ്പിട്ടാൻപൊട്ടി ഉന്നതി തുടങ്ങിയ ആദിവാസി മേഖലകളിലും കോടതിയിലുമെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തി. പരമാവധി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയ സൂചന നിലമ്പൂർ തീരുമാനിച്ചതുപോലെയാണ് തോന്നുന്നത്. എന്തായാലും ഒരു സംശയം വേണ്ട, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാനാവും. നിലമ്പൂർ ടൗണിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിശബ്ദ പ്രചാരണം തുടങ്ങിയത്. പ്രചാരണത്തിന്റെ തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ നിന്നും അകന്നുനിന്ന M സ്വരാജ് LDF പ്രചാരണത്തിൽ മുന്നോട്ട് വെച്ചത് ജനകീയ പ്രശ്നങ്ങളാണെന്ന് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം ഏതെങ്കിലും മത നേതാക്കളെ പോയി കാണുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രം ഏതെങ്കിലും ഒരു സാമുദായിക നേതാവിനെ പോയി കാണുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ തന്നെ വില കുറച്ച് കാണുന്ന പോലെയാണ്. ഇലക്ഷൻ വരുമ്പോൾ മാത്രം പോയി കാണുന്ന ഒരാൾ ഇപ്പോൾ നിരന്തരം കാണുകയോ സൗഹൃദം ഉണ്ടാവുകയോ ചെയ്യുന്നതിലൊന്നും ഒരു മെച്ചവുമില്ല. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും വലിയ പ്രതീക്ഷയിലാണ്. രാവിലെ 8 മണിയോടെ ചന്തക്കുന്നിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നുമാണ് നിശബ്ദ പ്രചാരണം ആരംഭിച്ചത്. തന്നെ ദുർബലനെന്ന് വിളിക്കുന്നവർക്ക് ഒരു നേതാവും വരുമ്പോൾ രാജകുമാരനായിരുന്നില്ലെന്നും തനിക്ക് യാതൊരു ദൗർബല്യവും താൻ കാണുന്നില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. എന്ത് ദൗർബല്യം, എനിക്ക് യാതൊരു ദൗർബല്യം ഞാൻ കാണുന്നില്ല. പിന്നെ ആളുകൾക്ക് എന്തും പറയാമല്ലോ, ജയിക്കാൻ വേണ്ടി പറയാമല്ലോ. ഈ നേതാവായി വന്നവരാരും രാജകുമാരന്മാരായിട്ട് ജനിച്ചിരുന്നല്ലോ. എനിക്കറിയാം ഈ നേതാക്കന്മാരെയൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി പഠിച്ച, എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സായിട്ട് പഠിച്ച ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരല്ല. അവരാരും വന്നപ്പോൾ വലിയ ആൾക്കാരായിട്ട് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും പ്രചാരണത്തിനേക്കാൾ PV അൻവർ മുൻതൂക്കം നൽകുന്നത് ഇരു മുന്നണികളിലെയും നേതാക്കന്മാർക്ക് നേരെയുള്ള വിമർശനങ്ങൾക്ക് തന്നെയാണ്. മണ്ഡലം മുഴുവൻ പ്രചാരണത്തിനിറങ്ങിയില്ലേലും 75,000 വോട്ട് കിട്ടുമെന്ന ആത്മവിശ്വാസം അൻവറിനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് മനുഷ്യത്വ വിരുദ്ധരായ, ജനവിരുദ്ധരായ 3 സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. ജനകീയ വിഷയങ്ങളെക്കാൾ അവിടെ ചർച്ചയായതും രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ നാളെ ബൂത്തിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. ഭാരതാംബ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ശാഖയാക്കി മാറ്റാൻ അനുവദിക്കില്ല. ഭരണഘടന അംഗീകരിക്കുന്ന രീതിയിലല്ല ഭാരതാംബയുടെ ചിത്രീകരണമെന്നും ചിത്രത്തിലുള്ളത് RSSന്റെ കൊടിയാണെന്നും അത് എല്ലാവരും ബഹുമാനിക്കണമെന്ന് പറയുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ നിരന്തര വിമർശനത്തിനൊടുവിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. RSSന്റെ അജണ്ട നടപ്പാക്കാൻ രാജ്ഭവനെ അനുവദിക്കില്ലെന്നും ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണതെന്നും മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ നിലപാട് വ്യക്തമാക്കി. ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് RSSന്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. അത്തരം ഒരു കൊടിയുമായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത്. ഇപ്പോൾ RSSന്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കും. അത് ബഹുമാനിച്ചോട്ടെ, അത് ബഹുമാനിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. രാജ്ഭവനിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും വസ്തുക്കളും പൊതുവെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതാകണമെന്നും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ രൂപീകരണ സമയത്ത് ഭരണഘടനയോട് അസഹിഷ്ണുത കാട്ടിയ സംഘടനയാണ് RSS എന്നും മനുസ്മൃതി ഉയർത്തിക്കാട്ടിയിരുന്ന പ്രസ്ഥാനമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ആ ഭരണഘടന രൂപം കൊണ്ട അപ്പം തന്നെ RSS അതിനോട് വിയോജിച്ചു. ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത്? ഇതെല്ലാം ആവശ്യം മനുസ്മൃതിയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അതേസമയം സർക്കാരിന്റെ നിലപാടാണ് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചതെന്നും അത് ഗവർണർക്ക് ബോധ്യപ്പെട്ടുവെന്നും ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ചിഹ്നങ്ങൾ വെക്കില്ലെന്ന് രാജ്ഭവനിൽ നിന്ന് അറിയിക്കുന്ന നിലയുണ്ടായി എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതികാനുമതി ലഭിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ച് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പദ്ധതി പൂർത്തീകരിക്കണമെന്ന കർശന ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതികാനുമതി നൽകിയത്. ആനക്കാംപൊയിൽ കള്ളാടി നിർദ്ദിഷ്ട തുരങ്കപാതയ്ക്ക് 2134 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാരിന് മുമ്പിൽ വെല്ലുവിളികളേറെയാണ്. ഒന്നാമതായി കേന്ദ്ര സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ ചെലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പല കാര്യങ്ങളിലും വിലങ്ങുതടിയാവും.
പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ വിശദമായ പഠനത്തിന് ശേഷമേ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലെ തുരങ്കപാത നിർമ്മിക്കാവൂവെന്ന് കർശന ഉപാധികളോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയത്. മെയ് 14-15 തീയതികളിൽ ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ നമുക്ക് അന്തിമാനുമതി നൽകുന്നതിനുള്ള ശുപാർശകൾ നേരത്തെ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്തിമമായ ഉത്തരവ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് EC നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. മുത്തപ്പൻപുഴ മുതൽ കള്ളാടി പാലം വരെ മല തുരന്നാണ് തുരങ്കപാത നിർമ്മിക്കേണ്ടത്. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ചൂരൽമല പ്രദേശത്തിനടുത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മലവാരം. അതുകൊണ്ട് തന്നെ മഴക്കാടുകളായ അർദ്ധനിത്യഹരിത വനങ്ങളെയും പാറക്കെട്ടുകളെയും ഒന്നും തകർക്കാതെയാവണം നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതെന്ന വെല്ലുവിളിയും സംസ്ഥാന സർക്കാരിന് മുമ്പിലുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കുവൈറ്റിൽ ഹിജ്റ വർഷാരംഭത്തോടനുബന്ധിച്ച് എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ജൂൺ 26 അവധി പ്രഖ്യാപിച്ചു. ജൂൺ 29 ഞായറാഴ്ച മുതൽ പ്രവൃത്തി ദിനം പുനരാരംഭിക്കും. വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായി 3 ദിവസമാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി ലഭിക്കുക. സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയുമായി റിയാദ് എയർ 50 പുതിയ എയർബസ് വിമാനങ്ങൾ കൂടി വാങ്ങും. പാരീസിൽ നടന്ന 55ാമത് എയർ ഷോയ്ക്കിടെ എയർബസ് കമ്പനിയുമായി റിയാദ് എയർ വാങ്ങൽ കരാർ ഒപ്പിട്ടു. A350-1000 സീരീസിലുള്ള വിമാനങ്ങളുടെ ഓർഡറാണ് എയർബസിന് നൽകിയതെന്ന് റിയാദ് എയർ അധികൃതർ വ്യക്തമാക്കി. സൗദിയിലെ മദീന നഗരി ജനജീവിതത്തിന്റെ നിലവാരം ഉയർന്ന തരത്തിലാക്കാനുള്ള പദ്ധതികൾ വിജയം കാണുന്നതായി റിപ്പോർട്ട്. നഗരവാസികൾ വിവിധ വിഭാഗങ്ങളിൽ ആസ്വദിക്കുന്ന സംതൃപ്തിയുടെ നിരക്ക് 82% ഉയർന്നെന്ന് മദീന മുനിസിപ്പാലിറ്റി പ്രസിദ്ധീകരിച്ച സർവേ ഫലം വ്യക്തമാക്കുന്നു. വിഷൻ 2030 ലക്ഷ്യങ്ങളിലൊന്നാണിത്. സ്വദേശികളും വിദേശികളുമായി 75,220 പേരാണ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത്. സ്മാർട്ട് ലൈറ്റിംഗ്, സുരക്ഷിതമായ നടപ്പാതകൾ, തെരുവുകളും മറ്റും ഭംഗി വർദ്ധിപ്പിക്കൽ തുടങ്ങി നഗര ഭൂപ്രകൃതിയിന്മേൽ ആളുകളുടെ സംതൃപ്തി 78%. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 18% വർധനവ്. അടുത്തിടെ 14 പുതിയ പാർക്കുകൾ കൂടി സ്ഥാപിച്ചതോടെ പൊതു കാര്യങ്ങളുടെ കാര്യത്തിൽ 68% പേർക്കും തൃപ്തിയുണ്ടായി. കുവൈറ്റിൽ കുപ്പിവെള്ളത്തിന് വില വർദ്ധിപ്പിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ. രാജ്യത്തെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ലക്ഷ്യമാക്കി കുപ്പിവെള്ള നിർമ്മാണശാല പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. കുപ്പിവെള്ള നിർമ്മാണശാലകൾ നേരിടുന്ന തടസ്സങ്ങൾ നീക്കുന്നതിനും ഉൽപ്പാദനം ഉറപ്പാക്കുന്നതിനും സർക്കാർ ഏജൻസികളുമായുള്ള ഏകോപനത്തിന് തന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായവും മന്ത്രി ഉറപ്പു നൽകി. ജലത്തിന്റെയും അടിസ്ഥാന വസ്തുക്കളുടെയും ലഭ്യത, വിലസ്ഥിരത എന്നിവ ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിപണിയിൽ ദിനേന നിരന്തരം നിരീക്ഷണം നടത്തിവരികയാണെന്നും നിയമലംഘനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒതായി ചാത്തല്ലൂർ ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ പ്രവാസി ഡേ സംഘടിപ്പിച്ചു. ഒതായി ARK ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവാസി ഡേ പരിപാടിയിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. OCGPA രക്ഷാധികാരി അഹമ്മദ് കുട്ടി TP പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുൽഫീഖർ ഒതായി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ OCGPA അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 ഉന്നത വിജയം നേടിയ കുട്ടികളെയും LSS US നേടിയ കുട്ടികളെയും മെമന്റോ നൽകി ആദരിച്ചു. ലുക്മാൻ അരീക്കോട് കുട്ടികളെ എങ്ങനെ ലക്ഷ്യം കൈവരിക്കാമെന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പരിപാടിയിൽ ഖാദർ കൈതരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഫൈസൽ ബാബു KC പരിപാടി നിയന്ത്രിച്ചു. സുനീർ KP, ഹബീബ് കാഞ്ഞിരാല, ഇബ്രാഹിം എടപ്പറ്റ, യൂസുഫ് U എന്നിവർ സംസാരിച്ചു. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ അപൂർവ ഇനം ഹിമാലയൻ കഴുകനെ കണ്ടെത്തി. ജഹ്റ നേച്ചർ റിസർവിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഈ പക്ഷിയെ കണ്ടെത്തിയതെന്ന് പരിസ്ഥിതി പൊതുസമിതി അതോറിറ്റി സംരക്ഷണ വിഭാഗത്തിലെ നിരീക്ഷകനായ ഒമർ അൽ ഷഹീൻ അറിയിച്ചു. ശൈത്യകാലങ്ങളിൽ മാത്രം താഴേക്ക് പറന്നെത്തുന്ന ഈ പക്ഷികൾ സമുദ്രനിരപ്പിൽ നിന്ന് 1500 മുതൽ 6000 മീറ്റർ വരെ ഉയരത്തിലാണ് വസിക്കുന്നത്. ശൈത്യകാലങ്ങളിൽ ഇന്ത്യ, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് ഇവ ദേശാടനം നടത്തുകയും ചെയ്യുന്നു. മൃഗങ്ങളുടെയും മറ്റും ശവശരീരങ്ങളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഇതിനാൽ പരിസ്ഥിതി ശുചീകരണത്തിനും രോഗവ്യാപനം പരിമിതപ്പെടുത്തുന്നതിനും ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ശവശരീരങ്ങളിൽ നിന്നുള്ള വിഷബാധയേൽക്കൽ, ഉയർന്ന വൈദ്യുതി ലൈനുകളിൽ നിന്നുള്ള വൈദ്യുതാഘാതം, വേട്ടയാടൽ തുടങ്ങി നിരവധി പാരിസ്ഥിതിക ഭീഷണികൾ മൂലം ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന പക്ഷിയാണ് ഹിമാലയൻ കഴുകൻ.
മറ്റു വാർത്തകളിലേക്ക് വന്നാൽ അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി ചേർന്നിട്ടുണ്ട് എന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയെ വോട്ടെടുപ്പിന്റെ തലേന്ന് രാഷ്ട്രീയ ആയുധമാക്കി UDF. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ്. RSSുമായി CPM ഒരു കാലത്തും സഖ്യമുണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാക്കില്ല എന്നും വിശദീകരണവുമായി MV ഗോവിന്ദനും രംഗത്തെത്തി. അടിയന്തരാവസ്ഥ കാലത്ത് അർത്ഥഫാസിസത്തെ നേരിടാൻ RSSുമായി കൂട്ടുകൂടിയിരുന്നു എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ചാനൽ അഭിമുഖത്തിൽ വന്ന പ്രസ്താവന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ചൂടേറിയ രാഷ്ട്രീയ വാക്പോരിനാണ് തുടക്കമിട്ടത്. എന്നാൽ UDF ആകട്ടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ CPMനെതിരെ കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കൂട്ടുകെട്ടിനെ കുറിച്ച് വോട്ടെടുപ്പിന്റെ തലേദിവസം പറഞ്ഞത് ബോധപൂർവമാണെന്നും ഈ ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. RSSുമായി CPMന് ഒരു കാലത്തും കൂട്ടുകെട്ടുണ്ടായിട്ടില്ല എന്നും ഇനി ഉണ്ടാകില്ല എന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. RSSുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPMനില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയില്ല. ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ഇല്ല, അന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല. നിലമ്പൂരിൽ MV ഗോവിന്ദനിലൂടെ വീണ് കിട്ടിയ ആയുധം പ്രസ്താവന യുദ്ധത്തിലേക്ക് വഴിമാറി. RSSന്റെ വോട്ട് നിലമ്പൂരിൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി CPM ലീഡർഷിപ്പ് അടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുമായി അവിടെ ഒരു കൂട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം അപകടം മുൻകൂട്ടി കണ്ട CPM സ്ഥാനാർത്ഥി M സ്വരാജ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ വ്യക്തത വരുത്തി. ജനതാ പാർട്ടിയുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, അല്ലെങ്കിൽ RSS അല്ല. RSSുമായി ഒരു തരത്തിലുമുള്ള നീക്കുപോക്കോ ബന്ധമോ ചരിത്രത്തിൽ എവിടെയും CPIMനില്ല, ഇടതുപക്ഷത്തിനുമില്ല. എന്നാൽ 50 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്ന മറുപടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടിയന്തരാവസ്ഥക്കാലത്തെ RSS ബന്ധമെന്ന MV ഗോവിന്ദന്റെ പരാമർശം തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSുമായി CPMന് ഒരു കാലത്തും ബന്ധമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആരുടെയും തണലിൽ നിന്നുകൊണ്ടല്ല CPM അടിയന്തരാവസ്ഥക്കാലം നേരിട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS ശാഖയ്ക്ക് കാവൽ നിന്നതും ചിത്രം വണങ്ങിയതും ചൂണ്ടിക്കാട്ടി K സുധാകരനെയും VD സതീഷിനെയും മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിവാദ പ്രസ്താവനയിൽ ശക്തമായ പ്രതിരോധം തീർത്താണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. CPMന് RSSനോടുള്ള സമീപനം എല്ലാ കാലത്തും എന്താണ് എന്നതിൽ വ്യക്തത വരുത്താൻ തന്റെ പതിവ് വാർത്താ സമ്മേളനത്തിന്റെ മുക്കാൽ ഭാഗവും മുഖ്യമന്ത്രി വിനിയോഗിച്ചു. RSSുമായോ ജനസംഘുമായോ ഒരു കാലത്തും CPM സന്ധി ചേർന്നിട്ടില്ല എന്നും ഇനി ഉണ്ടാകില്ല എന്നും വിവാദത്തിൽ വ്യക്തത വരുത്തി. അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. ഇതാണ് CPIMന്റെ അവരുള്ള നിലപാട്. RSS എന്നല്ല, ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല. RSSുമായി CPMനെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം വില പോകില്ല എന്ന് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസിന് RSS നേതാക്കളുമായി ഉണ്ടായിരുന്ന ബന്ധം പരാമർശിക്കുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും ഉയർത്തിക്കാട്ടുകയും ചെയ്തു. RSS ശാഖയ്ക്ക് കാവൽ നിന്നതും നേതാക്കളുടെ ഫോട്ടോ വണങ്ങിയതും ഓർമ്മിപ്പിച്ച് K സുധാകരനെയും VD സതീഷിനെയും പരിഹസിക്കാനും മറന്നില്ല. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? അതേസമയം MV ഗോവിന്ദൻ അഭിമുഖത്തിൽ പരാമർശം നടത്തുമ്പോൾ ഏത് ചോദ്യത്തിനാണ് മറുപടി നൽകിയതെന്ന് കൃത്യമായി അറിയാതെ തനിക്കൊന്നും പറയാനാകില്ലെന്നും പാർട്ടി സെക്രട്ടറിയെ പ്രതിരോധിക്കുക കൂടി ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ വരുന്ന 4 ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. 104 വീടുകൾ പൂർണ്ണമായും 3772 വീടുകൾ ഭാഗികമായും തകർന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. 5 ദിവസത്തേക്കാണ് സംസ്ഥാനത്ത് കാലാവസ്ഥാ വകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 40 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്.
തെക്കൻ ഗുജറാത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി രൂപപ്പെട്ടിരിക്കുന്ന മറ്റൊരു ന്യൂനമർദ്ദവും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയായി കേരളത്തിൽ പെയ്തിറങ്ങും. മുൻകരുതലിന്റെ ഭാഗമായി 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതുവരെയുണ്ടായ മഴക്കെടുതിയിൽ 140 വീടുകൾ പൂർണ്ണമായും 3772 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പരമാവധി 40-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മുൻകരുതലിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL നിന്ന് കൊച്ചി ടസ്കേഴ്സിനെ പുറത്താക്കിയ BCCIക്ക് തിരിച്ചടി. നഷ്ടപരിഹാരമായ 538 കോടി രൂപ കൊച്ചി ടസ്കേഴ്സിന് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി വിധിച്ചു. ആർബിട്രേഷൻ ഫോറത്തിന്റെ ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി BCCIയുടെ ഹർജി തള്ളി. ആർബിട്രേഷൻ ഫോറത്തിന്റെ വിധിക്കെതിരെ കോടതിക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കി. 2011 IPL സീസണിൽ കൊച്ചി ടസ്കേഴ്സ് പങ്കെടുത്തിരുന്നു. എന്നാൽ അതേ വർഷം സെപ്റ്റംബറിൽ ബാങ്ക് ഗ്യാരണ്ടിയുടെ 10% BCCIക്ക് നൽകിയില്ല എന്ന കാരണത്താൽ കൊച്ചി ടസ്കേഴ്സിനെ IPL നിന്നും പുറത്താക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.